സ്വാതി ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഉള്ളിക്കോഴിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറിയ ഉള്ളി ഒരു 2.5 കപ്പ് കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി 1 കിലോ ചിക്കനാണിത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ചേർത്തിട്ടൊന്ന് കുഴച്ച് വയ്ക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് വയ്ക്കാം. 1 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂറിലും കൂടുതൽ വെക്കുകയാണെങ്കിലും നല്ലതാണ്. ഞാനിപ്പോൾ 1 മണിക്കൂറാണ് വെക്കുന്നത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഉള്ളി ഒന്ന് വാട്ടിയെടുക്കുക ഈ വെളിച്ചെണ്ണയിൽ. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി ഒന്ന് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. വല്ലാതെ ബ്രൗൺ നിറമാവേണ്ട ആവശ്യമില്ല. ഒന്ന് നന്നായിട്ടൊന്ന് അങ്ങോട്ട് വാടി കിട്ടിയാൽ മതി. ഈ ഒരു പരുവത്തിൽ ഉള്ളി വാടിയാൽ മതി. ഇനി അതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കനിൽ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. അത്രയും വെള്ളം മതി. ഇനി കൂടുതൽ ഗ്രേവി വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ. അപ്പം നമ്മളെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചാറ് ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുറുക്കി വരട്ടെ. അതുവരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ചെറിയ ഉള്ളി ചേർത്തിട്ടുള്ള ചിക്കൻ കറി സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറി ആയിട്ടുണ്ട്. താങ്ക് യു.